ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓർണമെൻറ്റ്സ് പരിചയപ്പെടുത്താനായിട്ടാണ്. ഇവിടെ ഞാൻ ഒരു ലുക്ക്, എൻ്റെ 2 ലുക്ക് ഉണ്ടായിരുന്നു മാരേജിൻ്റെ റിലേറ്റഡ് ആയിട്ട്. ഒന്ന് തലേദിവസത്തെയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന് ഒരു ബ്രൈഡൽ ലുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ജസ്റ്റ് കുറച്ച് ഓർണമെൻറ്റ്സ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഭാവിയിൽ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇനി ഭാവിയിൽ അതിൻ്റെ ഫാഷനൊക്കെ പോകും, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലുക്ക് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു ലുക്ക് ഞാൻ ഒരു സെറ്റും മുണ്ടാണ് എടുത്തേക്കുന്നത്. അതിന് ഞാൻ ഓർണമെൻറ്റ്സ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഒന്ന് ഈ ഒരു മാലയാണ്. കുറച്ച് ഹെവി മാലയാട്ടോ, പക്ഷേ എനിക്ക് അത്യാവശ്യം നെക്കുള്ളത് കൊണ്ടിട്ട് കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കും അത്യാവശ്യം. ഇതിപ്പം ഇതിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ലെഹങ്ക അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഗൗണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെവി മാലകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയവർക്ക് ഇത് യൂസ് ചെയ്യാം. എനിക്കൊന്നും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്, വലിയ റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഹെവി മാലകൾ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരുന്നോളും. ഇതിൻ്റെ പെയർ കമ്മൽ വരുന്നുണ്ട്, സെയിം നല്ല ഭംഗിയുള്ള കമ്മലാട്ടോ. ഇതാണ് അതിൻ്റെ കമ്മൽ വരുന്നത്. എൻ്റെ കാതിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം ഇതിങ്ങനെ ഒരുമിച്ച് ലുക്ക് വരുമ്പോഴത്തേനും ഇതും ഈ കമ്മലും കൂടി വരുമ്പോൾ നല്ല ഭംഗിക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് കിടക്കും. അതെനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു സാധനം കേട്ടോ, ഇതിൻ്റെ നെറ്റിച്ചുട്ടി. സെയിം കമ്മലിൻ്റെ അതേ പാറ്റേണിലാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെ നെറ്റിച്ചുട്ടി പക്ഷേ ഞാൻ വെച്ചിട്ടുള്ളത് അത് കുറച്ച് ഓവറാവുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ചിലവർക്ക് അത് വെക്കാൻ ഇഷ്ടമാണ്, ചിലവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല. എനിക്കിഷ്ടമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഞാൻ ഈ ഒരു ലുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്, എൻ്റെ ബ്രൈഡൽ ലുക്ക്. ആദ്യം ഞാൻ എൻ്റെ കമ്മൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ദേവിയുടെ ഒരു ഇവിടെ നമ്മുടെ സ്റ്റെഡിൻ്റെ ഇവിടെ വരുന്നത്. പിന്നെ താഴത്തേക്കൊരു ജുംക്കയാണ്. നമുക്കിതിനകത്ത് നല്ല സ്റ്റോണിൻ്റെ വർക്കാണ്, ഗ്രീനും അതുപോലെ തന്നെ റെഡ് കളറിൽ സ്റ്റോൺ വരുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് വരുന്നത് അത്യാവശ്യം ഒരു ഹെവി കമ്മൽ തന്നെയാണ്. പക്ഷെ ഇത് എന്നാൽ ഭയങ്കര വെയിറ്റും ഇല്ല. എനിക്കൊന്നും വലിയ കുഴപ്പമായി തോന്നില്ല. ഭയങ്കര കുഞ്ഞു ചെവിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും, പക്ഷെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല ഒരു ഭംഗിയുള്ള കമ്മൽ, അത്യാവശ്യം വലുത്. എനിക്ക് എന്താണ് അതിൻ്റെ വർക്കും കാണാനായിട്ട് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ദേവിയുടെ ഒരു പണിയാണ് വന്നിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ പൊക്കത്തും ഉണ്ട് ചുമപ്പും പച്ചയും കല്ലുകൾ താഴെയുണ്ട്, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതാണ് എൻ്റെ കമ്മൽ വരുന്നത്. പിന്നെ ഇതേ സെയിം സെറ്റിൻ്റെ തന്നെയായിട്ട് ഞാൻ മീൻസ് ആ ഒരു തീമിൽ എൻ്റെ സാരി കാണുമ്പോൾ തന്നെ അറിയാം ഒരു റെഡും ഗ്രീനുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈപ്പിൽ വരുന്ന സാധനങ്ങളാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പച്ച, ഇത് നമ്മുടെ ഇപ്പോഴത്തെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള, നമുക്ക് ചോക്കറായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ചിത്രൻ്റെ കഴുത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത്ര ഇതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എന്താ ചോക്കറായിട്ട് കഴുത്ത് കുഞ്ഞായിരുന്നു ചോക്കറായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കഴുത്തിന് അത്യാവശ്യം വണ്ണുള്ളത് കൊണ്ടിട്ട് അത് കുറച്ചും കൂടി ഇങ്ങനെ ഇടുമ്പോഴായിരിക്കും എനിക്ക് അതിൻ്റെ കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇതിപ്പം ഭയങ്കര ഓരോടേക്ക് ഭയങ്കര ട്രെൻഡിങ്ങാണ്, പക്ഷേ ഇപ്പോഴും ട്രെൻഡൊന്നും പോയിട്ടുള്ള അത്യാവശ്യം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചായി പോകും. പട്ടോടെ ബ്ലൗസ്, ഹാഫ് സാരി അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം.
ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കുറേ നാളായി, പക്ഷെ ഇപ്പോഴും അതിൻ്റെ കളറിന് ചേഞ്ചസോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോണിന് പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഒരു പച്ച വരുന്നത്. പിന്നെ ഇതെനിക്ക് ഭയങ്കര വേറെ ദേവിയുടെ തന്നെ ഒരു ഇതുള്ളൊരു ട്രഡീഷണൽ മാല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സാരിക്കൊക്കെ നല്ല അടിപൊളി ഒരു മാലയാണ്. നിങ്ങൾ കണ്ടോ, കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പണി നോക്ക്. ഇത്തിരി ദേവി വന്നിട്ട് അതിൻ്റെ ചുറ്റുകളിന് റെഡും ഗ്രീൻ സ്റ്റോൺ വർക്കുകളാണ് വരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളത്. താഴെ കുറച്ച് വൈറ്റ് കളർ, അത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. വൈറ്റ് കളറ് മുത്തുകൾ ഇങ്ങനെ പോകുന്നത്. അത് ഇട്ടാലും നല്ല, നമ്മൾ സാരി കൊടുക്കുമ്പോൾ അത്യാവശ്യം ഭയങ്കര നീളത്തിൽ ആയിരിക്കും ഇടുന്നതല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വള്ളിയുള്ളതാണ്, നമുക്കിങ്ങനെ കയറ്റി വയ്ക്കാം. ഉള്ളല്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാല കേട്ടോ. ഞാൻ പക്ഷെ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല, എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ട് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പിന്നെ ഇതും നമ്മുടെ കമ്മലും ഏകദേശം സെയിം ഇതാ വരുന്നത്. ഞാൻ അങ്ങനെ നോക്കിയെടുത്തതാണ്. രണ്ട് സെപ്പറേറ്റാണ് നമ്മൾ വാങ്ങിച്ചത്, സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ കോമൺലി കാണുന്ന ഒരു, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കോമൺലി നമ്മൾ കാണുന്ന മാലയാണ്. കല്യാണത്തിന് കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് മഞ്ഞയൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കാണാം. ഒരു ഇതിൻ്റെ വർക്കിന് എന്താ പറയണതെന്ന് എനിക്ക് കറക്റ്റായിട്ടില്ല, പക്ഷെ കുറേ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫാഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ സാരി കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടാനായിട്ട് നല്ല ഭംഗിയുള്ള സാധനം കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ അത് അത്രയും ഭംഗിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന വേറൊരു നല്ല ഇതാണ്. ഇതും ദേവിയുടെ ഒരു ഇത് വരുന്ന കേട്ടോ, കാശിമാല ആ ഒരു രീതിയിൽ വരുന്ന. ഇതിനകത്ത് റെഡ് സ്റ്റോൺ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇടാം, കുറച്ച് അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അത് ഒത്തിരി ഇഷ്ടം. ഇത്രയാണ് ഞാൻ മാല അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചുട്ടി, നെറ്റി ചുട്ടി വന്നിട്ട് സെയിം ഇതേ പാറ്റേണിലുള്ള നെറ്റി ചുട്ടി തന്നെയാണ് എടുത്തത്. ഗ്രീനും റെഡും കൂടി വന്നിട്ട് പിന്നെ ദേവിയുടെ ഒരു ഇതുണ്ട് ഇതിനകത്ത്. പിന്നെ ഇങ്ങനെ നല്ലതാണ്. പക്ഷെ ചിലവർക്ക് ഭയങ്കര വലുതായിട്ട് തോന്നും. പക്ഷെ എൻ്റെ മുഖം അത്യാവശ്യം വലുതായതുകൊണ്ട് എനിക്കിത് കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്ടി, എനിക്കൊന്ന് മാട്ടി എന്ന് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മൾ ചെവിയിൽ വയ്ക്കത്തില്ലേ, കമ്പിലിട്ടിട്ട് കാണിച്ചിടാം. അതായത് ഇങ്ങനെ വയ്ക്കത്തില്ലേ, ആ സാധനമാണിത്. അത് നമ്മൾ ഇതിൻ്റെ എല്ലാവർക്കും അറിയാതിരിക്കും, ഇതിൻ്റെ ഫോണിൽ കൂടെ ഇങ്ങനെ ഇതിങ്ങനെ തീയിലത്തേക്ക് ഇങ്ങനെ കയറ്റും. എന്നിട്ട് നമ്മൾ കമ്മലിനെ ഇട്ടിട്ട് ഇതിങ്ങനെ കുത്തി വയ്ക്കും. അങ്ങനെ കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ കമ്മൽ ഇതുമായിട്ട് ഇങ്ങനെ കിടക്കും. അതാണ് അതിൻ്റെ ഇത് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഞാനിതിന് യൂസ് ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സ്. അപ്പം ഈ വീഡിയോ ഇത്ര ഒരു കുഞ്ഞു വീഡിയോ ആണ്. ജസ്റ്റ് ഓർണമെൻറ്റ്സ് കാണിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റ, ബൈ ബൈ, സി യു.